അല്ല ഇപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ മരിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ മരിച്ചായിട്ട് പോയി ഓന്റെ വീട്ടുകാർക്ക് പോയി, വേറെ ആർക്കും ഇല്ല. ഞാൻ അടക്കം വരുന്ന ആൾക്കാർ ഇപ്പൊ ഞാനിത് വീഡിയോ കണ്ട് പറയുന്ന കേട്ടോ. ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു പെൺകുട്ടീന്റെ മാറി തട്ടി ചങ്ങായി വരച്ച് എന്താക്കി ഓൻ ഇറങ്ങിപ്പോയി. ഓൻ അറിയാണ്ട് പോകുന്നത്, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്യുന്നത്. ആ വീഡിയോ മനസ്സിലാകുന്നുണ്ട്. അതേത് ചെറിയ കുട്ടിയൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്താലും അവൻ അറിയൊക്കെ അവൻ സ്വയം ബോധത്തിൽ തന്നെയാണ് ആ കുട്ടീനെ മാറി തട്ടി പോകുന്നത്. ആ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൾ എന്ത് കണ്ടന്റോ കാതോ എന്നും നമുക്കറിയണ്ട. ആ കുട്ടി വീഡിയോ എടുത്തതിൽ ഇപ്പം കണ്ടതിൽ മനസ്സിലാകുന്ന എന്താ, ആ ചങ്ങാതി ഓളെ മാറി തട്ടിട്ട് പോകുന്നത്. അങ്ങാരാന്റെ പപ്പാന്റെ ഉമ്മാന്റെ മോളെ മാറി തട്ടിട്ടല്ല ചങ്ങായി ബസ്സിന്ന് ഇറങ്ങി പോകേണ്ടത്. ഇനി പോകാനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചത് ഓന്റെ വീട്ടുകാർക്ക് പോയി. ഓൻ അങ്ങനെ ചെയ്യാത്തവനാ വലിയ മാനാണെങ്കിൽ ഓനെന്താക്കും പബ്ലിക്കിൽ വന്നിട്ട് അത് ന്യായീകരിച്ച് എന്താക്കണോ, ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ. ഇത് കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചലക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് എന്തെങ്കിലും പറയാ? ഒരു ശവന്തീനിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്കി വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. നടക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പൊ ഞാനിത് വീഡിയോ കണ്ട് പറയുന്ന കേട്ടോ. ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു പെൺകുട്ടീന്റെ മാറി തട്ടി ചങ്ങായി വരച്ച് എന്താക്കി ഓൻ ഇറങ്ങിപ്പോയി. ഓൻ അറിയാണ്ട് പോകുന്നത്, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്യുന്നത്. ആ വീഡിയോ മനസ്സിലാകുന്നുണ്ട്. അതേത് ചെറിയ കുട്ടിയൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്താലും അവൻ അറിയൊക്കെ അവൻ സ്വയം ബോധത്തിൽ തന്നെയാണ് ആ കുട്ടീനെ മാറി തട്ടി പോകുന്നത്. ആ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് ആ പന്ന പൂമോള് ചെയ്തത് അവളെ റീച്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയത്തെ പറ്റി വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പ്രതികരിക്കണം, ആര് ആണെങ്കിലും. വേണ്ടെന്നല്ല, ഒരു പെണ്ണിന്റെ നേരെ ഇങ്ങനെ ഒരു ആണിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും. അത് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ക്യാമറ സെറ്റ് ആക്കിയിട്ടല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ആ വേണം വീഡിയോ എടുത്തോളി. അതിനു മുൻപ് നിങ്ങൾ പബ്ലിക്കിൽ ആ ബസ്സിൽ എത്ര പേരുണ്ട്, ആ ഡ്രൈവറെ കണ്ടക്ടറെ നിങ്ങൾക്ക് അറിയിക്കുക അല്ലേ? അതാണ് ആദ്യം ആ പെണ്ണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക. അത് കഴിഞ്ഞ് വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന് ഇപ്പം അവളെ ഊക്കണ ഈ ആളുകളൊക്കെ അവൾക്ക് സപ്പോർട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം ഈ എന്താ പറയാ, എന്താ ഇവനെ വിളിക്കാന്ന് എനിക്കറിയില്ല. ഇവന്റെ കമന്റ് ബോക്സിൽ മൊത്തം ഉള്ളത് 999 അങ്ങനെ 999 എന്നാണ്. എന്താന്നൊന്നും എനിക്കറിയില്ല. അറിയണവര് ഇവിടെ കമന്റ് ഇട്ടാൽ മതി. ഇവൻ ആ പെണ്ണിന്റെ മറുവശാണ്. അവള് ചെയ്തത് റീച്ചിന്. ഇപ്പം ഇവനും അതന്നെയാണ്. ഇവനെ നമ്മളൊക്കെ എടുത്തിട്ട് ഊക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്തത്. നെഗറ്റീവിലൂടെ ഫേമസ് ആയി വന്ന ആളാണ് അജ്നാസ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഇവൻക്ക്. ആര് മരിച്ചാലെന്ത് ഒന്നും അവൻക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉള്ളതല്ല. ഇവന്റെ ചരിത്രം അതാണ്. അപ്പം അജ്നാസിനോട് എനിക്ക് പറയാനുള്ളത്, നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അദ്ദേഹത്തെ വരസുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ? നിനക്ക് ബുദ്ധിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിനക്ക് ഞാൻ ഇതിന് ആൻസർ തരേണ്ട ആവശ്യമില്ല. എന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ അതിന് കമന്റ് വന്നിട്ടുണ്ട് എന്താന്നുള്ളത്. ആ പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബാഗ് ശരിയാക്കുകയാണ്. അവൾ എന്തിനാണ് അത്രയും ബാക്കിൽ, എത്ര ഫസ്റ്റിലെ വീഡിയോയിൽ കാണാം അവൾക്ക് അവിടെ എത്രത്തോളം സ്പേസ് ഉണ്ട് നിൽക്കാൻ എന്നുള്ളത്. ബാക്കോട്ട് ഒഴിഞ്ഞു നിൽക്ക. ഇവളതല്ല, ചാരി ചാരി നിന്ന് കൊടുക്കാണ്. എന്താ ബലൂണിൽ വെള്ളം നിറച്ച മാതിരി ഒരു സംഭവം ഉണ്ട്, വൃത്തികെട്ടവൾ. ഇപ്പൊ എന്തായി? ആ കുടുംബത്തിന് പോയി അല്ലേ? അപ്പം അജ്നാസിനെ പോലുള്ള ചില ആളുകള് അവൾക്ക് സപ്പോർട്ട് നിൽക്കും. അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇവന് റീച്ച് മാത്രമല്ല. അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പം ആരും ആദ്യം തന്നെ ഫിൽറ്റർ ഇട്ട് ക്യാമറയും കൊണ്ട് വരാതെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അതിന് ആദ്യം അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചിട്ട് നിങ്ങൾ പോസ്റ്റിക്കോളി കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം അജ്നാസിനോട് പുച്ഛം മാത്രം. ഓക്കെ, നിന്നെ ഈ വൃത്തികെട്ട നാവ് ഒരിക്കലും അടങ്ങൂല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിന് കൂടുതൽ റിപ്ലൈ ഒന്നും തരാനും ഞാൻ ആഗ്രഹിക്കണില്ല. എന്താണെങ്കിലും ആ പെണ്ണ്, അവൾക്ക് നിയമപരമായിട്ട് എന്തൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾക്ക് വാങ്ങിക്കൊടുക്കണം. അത്രമാത്രം പറയാനുള്ളൂ. ആ കുടുംബത്തിന് ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പച്ചപാവത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നമുക്ക്. ഒരിക്കലും അവൻ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇന്നേ വരെ പെട്ടിട്ടില്ല. അതുകൊണ്ട് മനംനൊന്താണ് അവൻ മരിച്ചത്.
അല്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യൂല ഈ ഒരു നിസ്സാര കാര്യത്തിന്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. പൊട്ടൻ അജിനാസെ. അനെ ഞാൻ കൂടുതലൊന്നും വിളിക്കണില്ല. വിളിക്കാനുള്ളതൊക്കെ ഇവിടെ കമന്റ് ബോക്സിൽ ആളുകൾ വിളിച്ചോളും. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളി. എന്താ വേണ്ടത് വെച്ചാൽ വിളിച്ചോളി. ഞാൻ അതിന് എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തന്നിരിക്കണേ. ഓക്കെ.